ടൈം പാസ് വിത്ത് മീ ആർജെ റിങ്കി മാത്യു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം കാമുകി കാമുകന്മാരെ എങ്ങനെ വിശ്വസിക്കാം എന്നതിനെ കുറിച്ചാണ്. അതായത് നിങ്ങളുടെ കാമുകൻ അല്ലെങ്കിൽ കാമുകി നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും പറ്റിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാനുമായി പങ്കുവെക്കാം. എന്നെ വിളിക്കേണ്ട നമ്പർ 22666547. ഇത് റേഡിയോ മാംഗോ 91.9 നാട്ടിലെങ്ങും പാട്ടായി. എന്തു പറ്റിടാ? പെട്രോൾ തീർന്നല്ല, നാശം. ഇനി ഇന്ന് വൈകിട്ട് ബൈക്കും കൊടുക്കണം. ഹിമാറ് പെട്രോൾ കൊണ്ട് ബൈക്ക് എന്നിട്ടിരിക്കുക. ആഷിക്കെ ഇനി എന്ത് ചെയ്യും? വല്ല ഫിലിമിനും പോയാൽ മതിയായിരുന്നു. എന്തായിരുന്നു ഈ പിശാച ഐസ്ക്രീം കഴിച്ചു. വണ്ടിയൊന്നും കാണുന്നില്ലല്ലോ. നിർത്തിയാ മതിയായിരുന്നു. വാ 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 വാടി. എന്ത് പറ്റി ബൈക്കിന്? പെട്രോൾ തീർന്നു. ഒരു ലിഫ്റ്റ് തരും. നിങ്ങളെവിടേക്കാ? അതിരപ്പള്ളി. ശരി, കയറ്. താങ്ക് യു സാർ. By the way, what is your name? I am Ashik. This is my girlfriend Shilpa. And what about you? My name is Vishwanath and this is my wife Anjali. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ടൈം പാസ് വിത്ത് മീ ആർജെ റിങ്കി മാത്യു. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 54 മിനിറ്റ്. കാമുകി കാമുകന്മാരെ എങ്ങനെ വിശ്വസിക്കാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് പറയാനായി മലപ്പുറത്ത് നിന്നും ഫാസിൽ നമ്മളോടൊപ്പം ചേരുന്നു. ഹലോ ഫാസിൽ. ഇക്കൊരു കുളത്തുണ്ടായിരുന്നു. ഓളെന്നെ ആപ്പിലാക്കിയിട്ട് ഗൾഫിൽ കിടന്ന് വലസാ. തേനെ പൊന്നേന്നൊക്കെ വിളിച്ച് മയക്കി ഉമ്മാടെ മയത്തും കണ്ടാ ഓളോളുടെ മാപ്പിളയുടെ കൂടെ ചുറ്റാൻ പോയിരിക്കണേ. പാഹച്ചി ആന്ന്. ഇതിന്ന് നമ്മളൊരു കാര്യം മനസ്സിലാക്കി. ദുനിയാവിൽ ഒരു പാഴ്ചകളെയും വിശ്വസിക്കാൻ പറ്റൂലെന്ന്. വാന്റെ മുത്തേ. താങ്കളുടെ എക്സ്പീരിയൻസ് ഞങ്ങളുമായി പങ്കുവെച്ചതിന് ഇത് റേഡിയോ മാംഗോ 91.9 നാട്ടിലെങ്ങും പാട്ടായി. ശരിക്കും ഇന്നത്തെ ഈ പ്രണയം എന്നൊക്കെ പറയുന്ന വെറും അഭിനയം. ഹേ ബ്രോ, ഞങ്ങൾ ഇന്റർകാസ്റ്റ് ലവേഴ്സ് ആണ്. മനസ്സ് വെച്ചാൽ പ്രണയിക്കുന്നുണ്ട്. നോ പ്രോബ്ലം അല്ലേ ബേ? സാർ ചോദിക്കുന്നത് കൊണ്ടൊന്നും വിചാരിക്കരുത്. ഡേ സാറിന്റെ വൈഫ് തന്നെയാണോ? ഞാനിത് ശരിക്കും എല്ലാ ദിവസവും കേൾക്കുന്ന കാര്യമാണ്. ഞാൻ സ്വല്പം ലേറ്റ് ആയിട്ടാണ് കല്യാണം കഴിച്ചത്. ചേച്ചി എവിടെ വർക്ക് ചെയ്യുന്നത്? ഞാനൊരു പ്രൈവറ്റ് കോളേജിൽ ലെക്ചറായി വർക്ക് ചെയ്യുന്നു. ആഷിക്ക് വർക്ക് ചെയ്യുന്നുണ്ടോ? ഇൻഫോ പാർക്ക്. ഓക്കെ ഓക്കെ. മോള് പഠിക്കുകയാണല്ലേ? അതെ, ഞാൻ ഫാഷൻ ഡിസൈനിങ് പഠിക്കാം. ഓക്കേ, ഫൈനൽ ഇയർ. നിങ്ങൾക്ക് എവിടെയാണ് ഇറങ്ങേണ്ടത്? സ്റ്റോപ്പ് സ്റ്റോപ്പ്, ഞങ്ങൾ ഇവിടെ ഇരിക്കുക. ഓക്കെ ഓക്കെ.
താങ്ക്സ് ബ്രോ. അപ്പൊ ശരി, എവിടെയെങ്കിലും വെച്ച് കാണാം. ഓക്കെ ഓക്കെ, സീ യു അഗൈൻ. ബൈ. പിള്ളേരുടെ ഓരോ കാര്യങ്ങൾ. ഇന്നത്തെ വിഷയം മുഖംമൂടി അണിഞ്ഞ മാന്യമാരെ കുറിച്ചാണ്. എന്നെ വിളിക്കേണ്ട നമ്പർ 2266-547. ഇത് റേഡിയോ മാംഗോ 91.9, നാട്ടിലെങ്ങും പാട്ടാൻ. ഹായ് മെറിൻ. ആൻറ്റി. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. ഇതെന്റെ ഒരേ ആന്റി കത്രീന പ്ലാവളപ്പിൽ. നീ കുടുംബ പേരൊരു നാട്ടിക്കില്ലേ? അങ്കിള് വന്നില്ലേ? ഹീസ് ഓൺ ദി വേ. ആന്റി, ഇതാ ഞാൻ പറഞ്ഞ ആള്. ഹായ്. ഹായ്, ഐ ആം ആരിഷ്. ഞാനൊരു കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. വേറെ എന്തെങ്കിലും വേണോ? ഹായ് രാജീവ്. ഹലോ, ഇത് നമ്മുടെ പാറ്റ ഗുളികയല്ലേ? +2 കഴിഞ്ഞതിന് ശേഷം കണ്ടിട്ടില്ല ഗടി. നീ എന്താ ഇവിടെ? ഇതെന്റെ ബർത്ത്ഡേയാ. അത് കലക്കിലോ. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. ഈ ഗടികളൊക്കെ ആരാണ്? ഇതെന്റെ ആന്റി, ഇതെന്റെ ബോയ് ഫ്രണ്ട് ഹാരിഷ്. രാജീവ്. അല്ല, നീ എന്താ ഇവിടെ? വെയിറ്റ് ഫോർ സംവൺ. പെൺകുട്ടിയാണല്ലേ? Is it your lover? അങ്ങനെയൊന്നും പറയാറായിട്ടില്ല. നമ്മുടെ കോലം കണ്ടിട്ട് ആര് പെണ്ണ് തരാനാണ്? എന്നാലും റണ്ണൊത്തിട്ടുണ്ട്. ആള് പിങ്കിടാ വരും. ഹലോ, എവിടെയാ? ഞാനിവിടെ എന്റെ ഫ്രണ്ടിനെ കാണാൻ വന്നതാ, നമ്മുടെ സിറ്റി ഹോസ്പിറ്റലിൽ. ഓക്കെ, ഞാൻ മമ്മിയുടെ വീട്ടിൽ പോവാ. നീ വിളിക്കണ്ട, ഞാൻ വൈകുന്നേരം വിളിച്ചോളാം. മിസ് യു. മിസ് യു ടു. എന്നാ നമുക്ക് കേക്ക് മുറിക്കാം. അങ്കിളിനെ വരുമെന്ന് തോന്നുന്നില്ല. ശരിയാ. എന്റെ ആള് വന്നിട്ടില്ല. നീ പറഞ്ഞ ആളാന്ന് തോന്നുന്നു. വന്നല്ലോ. ഇതാണ് നമ്മള് പറഞ്ഞ ആള്. ഇത് നമ്മുടെ ഫ്രണ്ടാണ് മെറിൻ. ഹായ്. ഇതവളുടെ ആന്റിയാണ്. ഇതവളുടെ ലവറാണ് ഹാരിഷ്. അപ്പൊ എങ്ങനെയാ, തുടങ്ങിയാലോ? എക്സ്ക്യൂസ് മീ. ഹേയ്, കലക്കിണ്ടല്ലോ. ഹേയ്, വിരിഞ്ഞ താമര. മോളെ, നിനക്ക് വയസ്സ് എത്രയെന്ന് വല്ല നിശ്ചയമുണ്ടോ? എത്രയും പെട്ടെന്ന് അപ്പനോട് പറഞ്ഞ് കാര്യങ്ങൾക്കൊക്കെ ഒരു നീക്കുപോകാവണം. അവസാനം എന്നെ കൂട്ടുപ്രതിയാക്കരുത് കേട്ടോ. അതിനൊക്കെ ഇനി സമയമുണ്ടല്ലോ. ശരി ശരി, നമ്മുടെ കാര്യം ഓക്കെ ആക്കണം. എന്തായാലും കൊള്ളാം. ഈ പ്രണയം എന്നൊക്കെ പറഞ്ഞ ഒരു ഭാഗ്യപരീക്ഷണ. ആന്റിയുടെ ലവ് മാരേജ് ആയിരുന്നല്ലേ? അതെ, അതൊക്കെ ഒരു കാലം. ഞാൻ ഭാഗ്യവതിയാ. എനിക്ക് എന്നെ മനസ്സിലാക്കുന്ന ഒരാളെ കിട്ടി. ബർത്ത്ഡേ പാർട്ടി കൊള്ളായിരുന്നു അല്ലേ? നന്നായിരുന്നു. അങ്കിൾ പറയാൻ വൈകൂടി. അങ്കിള് വന്നില്ലല്ലോ. വിളിച്ചിരുന്നു, ഇപ്പൊ വരും. അതാ വരുന്നുണ്ട്.
ചേനക്കള്ളൻ ശിപ്പായിമാരുടെ തൊപ്പിക്കള്ളൻ വൈക്കന്റെ ചെന്നില ചോറ്